എന്താണ് കാര്യം പറയട്ടെ. എന്താ സർക്കണ ഞാനേ KVL അപ്പാപ്പനായിട്ട് സംസാരിച്ചത്. പുള്ളി പറഞ്ഞു വെച്ചിട്ട് ഒരു KVL TV വിളിച്ച് വന്നിട്ടൊരു പരിപാടി വരുന്നുണ്ട്. പക്ഷെ ഞാൻ 2 പരിപാടി വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷെ കഴിഞ്ഞാൽ ഒന്നൊരു ഫുട്ബോൾ മാച്ചാണ്. അതിന് രണ്ട് സൈഡിൽ നിന്നുള്ളവര് മിക്സ് ആയിട്ടായിരിക്കും കളിക്കുന്നത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പിന്നെ അത് വേറെ ആവുമല്ലോ, അറിയാല്ലേ? അപ്പൊ അങ്ങനെ ഒന്നാണ്. പിന്നെ ഒരു കൺസൈൻമെന്റ് പോലത്തെ പണ്ടത്തെ ഒരു കൺസൈൻമെന്റ് ഓർമ്മ ഉണ്ടോ? എഗെയിൻസ്റ്റ് നിങ്ങളല്ലായിരുന്ന, നിങ്ങൾ ഒട്ടപ്പാടിയല്ലായിരുന്നു ഒരുമിച്ച് കളിച്ചത്. അതിലല്ലേ നീ ജയിക്കുവാനാണോ ഈ പറഞ്ഞ? പിന്നെ അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ അതുപോലെ ഒരു പരിപാടി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നീ ഒരു കാര്യം, നീ TV വരുന്നതിന് മുമ്പ് DC ഭരിച്ചോണ്ടിരുന്നപ്പോ മന്ദബുദ്ധിയായിരുന്നു. ആടാ ഞാൻ മന്ദബുദ്ധിയാടാ, ഞാൻ അംഗീകരിക്കടാ. അല്ല നിന്റെ പോലെ മന്ദബുദ്ധിയായിട്ട് അംഗീകരിക്കായിരിക്കൂല. ഞാൻ മന്ദബുദ്ധിയാടാ. എന്നാ പിന്നെ തന്തയില്ലാത്തവനോട് അംഗീകരിക്കണം. ഞാൻ സത്യസത്വരാടാ. തന്തയില്ലാത്തവനോട് പറ. അപ്പം ഉടനെ നമുക്കിപ്പോ ഒരു അടിയുണ്ടല്ലേ? ഇവിടെ ഉത്തരക്കണ്ട മൈതാനത്ത് വെച്ചാണോ അതോ ഏത് സ്റ്റേഡിയത്തിൽ വെച്ചാണ് കളി? ഇതൊക്കെ റിയൽ ലൈഫിലെ കളിയൊക്കെ ഇടാൻ ചേട്ടാ. ഇവിടെ ഏത് സ്റ്റേഡിയത്തിലായിരുന്നു? ഗിൻഡു സ്റ്റേഡിയമാണോ കളി? സൗത്ത് സൗത്ത്. അണ്ണനെ മനസ്സിലായല്ല. ഇവര് പഠിക്കാനൊന്നുമില്ലടാ പരീക്ഷയായിട്ട്. 26 മണിക്കൂർ കിട്ടിയില്ല. ഇവനെ അണ്ണൻ എന്ന് പറഞ്ഞ അണ്ണൻ നടക്കുന്നുണ്ടല്ലോ ആ കെവിൻ. എടാ അവൻ പറയുമ്പോ ഇത് സിറ്റി വരാത്തണ്ടാ 2 ദിവസമായിട്ട്. അവൻ സിറ്റി വരാത്തണ്ടാ. ഇവരെന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ട് കേട്ടാ കെവിന്. 24 മണിക്കൂർ ഈ എവിടെ പരിപാടി ഉണ്ടെങ്കിലും അവൻ ഇവിടെ പോകും. അവൻ പോവും, എവിടെയാണെങ്കിലും പോവും. ഇവൻ എന്തിനു പോണോ ഇപ്പം? ഇല്ല ഇവനിൽ ഇന്ന് അവിടെ വേടം പാട്ട് പാടില്ല. കെവിനിലേക്ക് വേടന്റെ കൂടെ കാടനായിട്ട് ഇവന് കൂടി പോണോന്ന്. എന്നാലേ പാട്ട് പാടാൻ പറ്റൂല. എന്തിനു പറയാനാണ് ഇതൊക്കെ? ഇവൻ ഇത്ര വാർണിംഗ് ഇത് കൊടുത്തിട്ടാണ് ഇവിടെ തിരിച്ച് കയറ്റിയത്. ഇപ്പൊ വീണ്ടും കളിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ വീണ്ടും 50 കോടി തന്ന ഉടനെ വീണ്ടും ഇനാക്റ്റീവായി. പിന്നെ കണ്ടിട്ടില്ല. ഇല്ല കുഴപ്പമില്ലടാ. ഞാൻ കാര്യം പറയട്ടാടാ സൗത്തേ, അവൻ്റെ അടുത്ത് പറഞ്ഞു തരാട്ടോ. അവൻ ഇനി ഒരുപാട് നാളെ പോകത്തില്ല. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ 2-3 പേര് റിക്രൂട്ട്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് കറന്റ് അവര് എടുത്തു കഴിഞ്ഞാൽ TVക്ക് നല്ലതാണെന്നാണ് തോന്നുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒരാളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ആശയം നമ്മൾ ഇല്ല, ഇപ്പൊ ഇല്ല, മനസ്സിലായില്ലേ? അതൊക്കെ വിട്ട് പറഞ്ഞാൽ ഇവിടെ എന്തിന്റെ പേരിലായാലും ഇവിടെ ബാക്കിയുള്ളവരെല്ലാരും ഇവിടെ സിറ്റിയിൽ ആക്റ്റീവ് ആണ്. ഇറ്റാച്ചി നോക്ക്, ഇറ്റാച്ചി സ്നൈപ്പ്, സ്നൈപ്പ്, പിന്നെ PC താഴോട്ടാകുന്നതായിട്ടൊക്കെ എന്തിനു ബന്ധം? നീ കേറുന്നുണ്ടെങ്കിൽ അവന് കേറിക്കൂടെ? ഓക്കെ, ഇപ്പൊ വെടിവെപ്പല്ലോ ഇവിടെ. ഇത്ര പേരൊന്നും ഇപ്പൊ വെടിവെക്കുന്നില്ലല്ലോ. ഇവിടെ വന്ന് സിറ്റി കയറി എല്ലാരും കൂടെ കുറച്ച് നേരം നിന്നിട്ടൊക്കെ പൊക്കൂടെ. എപ്പോഴും വെടിവെപ്പ് ഇല്ലല്ലോ. വെടിവെപ്പ് ഉള്ളപ്പോഴത്തേക്ക് അവർക്ക് PL ഉള്ള സമയത്താണ് അത് പറയണം. അല്ലാത്ത സമയത്ത് കയറിക്കൂടെ? അതല്ലല്ലോ എക്സ്ക്യൂസ് എന്ന് പറയുന്നത്. ഇവന്റെ പ്രയോറിറ്റി എന്താണ്? പരിപാടിക്ക് കറങ്ങാൻ വേണം, ഇതാണ് പരിപാടി, ഇതൊക്കെയാണ് പരിപാടി. അല്ലാത്ത പ്രശ്നമാണ്. പിന്നെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മള് ഇതുവരെ ഉള്ളല്ലോടാ ആന്മാര് വരുന്നില്ലല്ലോ. കാരണം ഇതുവരെ കൂടുതൽ വരേണ്ടതാണ് ഈ സമയത്ത്. ആര് പെരഞ്ഞുത്തിരിക്കുന്നത്? വിപ്സിയാ? ഇല്ലറ കഴിയൊന്നുമില്ല. അപ്പം ഗ്യാങ് ഫണ്ട് അവൻ ചെയ്തെന്ന് പറഞ്ഞ് തന്നിട്ടില്ല ഇതുവരെ. നീയല്ലേ എനിക്കൊന്നും തന്നത്. അവൻ ഇതുവരെ കൈ തന്നിട്ടില്ല. അവന്റെ ഫണ്ട് സെറ്റ് ആണെന്ന് പറഞ്ഞു. 1.5 കോടി ഒന്നും അധികം എന്തിനോടും പറഞ്ഞു. എന്തായാലും ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയതാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നെ അവനെ ആ സിറ്റുവേഷനിലെല്ലാം അവനെ കണ്ടിട്ടില്ല. അവൻ കയ്യിൽ തന്നില്ല പൈസ. ഓ അവിടെ പ്രശ്നമല്ലേ എല്ലാരും ലീവ് ഗ്യാങ് ഹൗസ് ഏരിയ എന്നൊക്കെ. ഇവന്മാര് വണ്ടിക്കള്ളന്മാര്. അതാണ് മാറ്റം പോലെ വണ്ടി വെച്ചോണ്ട് പോണവനൊക്കെയാണ് ഇവിടെ വന്നിട്ട്
എന്തൊക്കെയല്ലേ ഇവന്മാരൊക്കെ കാണിക്കുന്നത്. കിട്ടിച്ച നിന്റെ വണ്ടി എല്ലാരും ലൈക്ക് അടിക്കും, എല്ലാവർക്കും ലൈക്ക് അടിക്കും.